ഹലോ അസ്സലാമലൈക്കും. പിന്നെയും നമുക്ക് ചെവി വേദന കേട്ടോ. ഇതിങ്ങനെ മാസം വന്നു പോകുന്നത് വളരെയധികം കഷ്ടപ്പാടാണ് കേട്ടോ. 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ട് അങ്ങനെ നേരത്തെ, കാരണം ഒരു എക്സാം ഏതായാലും പോയി. ഇനി അടുത്ത എക്സാമിന് പോകുന്ന മുന്നേ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. മറ്റേ OP ടിക്കറ്റൊക്കെ എടുക്കുന്നല്ലോ, അതിനു വേണ്ടി കുറച്ച് നേരത്തെ കാലത്ത് ഇറങ്ങി ബസ്സിൽ കയറി. ഇപ്പോഴൊക്കെ കറക്റ്റാണ്, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. നല്ല സ്മൂത്തായിട്ട് ബസ് പോകുന്നു. എളുപ്പത്തും OP ടിക്കറ്റ് വേഗം എടുക്കാം. എന്തോ കുഴപ്പമുണ്ടല്ലോ. അതെ, എന്തോ ഒരു കുഴപ്പമുണ്ട്. ബസ് വരുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി. മാനാഞ്ചിറ ബസ്സായിരുന്നു. നമുക്ക് പുതിയ ബസ്സാണല്ലോ കിട്ടേണ്ടത്. പിന്നെ ഞങ്ങൾ വീണ്ടും പോസ്റ്റായോ, ഒരു 1.5 പോസ്റ്റ്. പിന്നെ ഞങ്ങൾ സിറ്റിയിൽ ഇറങ്ങി. അവിടെ നിന്നാണെങ്കിൽ ഒരൊറ്റ ബസ് വരുന്നില്ലടോ. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞ് സ്കൂൾ കുട്ടിയല്ലേ, അവിടെ ഒന്ന് കൗണ്ടറിൽ ചോദിച്ചു നോക്കിയെന്ന്. പിന്നെ ചോദിച്ചപ്പോൾ അവർ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങളോട് പറയാൻ ഒരു ആൾ വന്ന് ഞങ്ങൾക്കും വേണ്ടി സ്കൂൾ കുട്ടിയാണെന്ന് പറഞ്ഞ് ലോക കച്ചറ. പക്ഷേ എല്ലാവരും ഒരുപോലെ തന്നെ കേട്ടോ. അങ്ങനെ ആ കച്ചറയിൽ ഈ പോകുന്ന ചേച്ചിയാണ് കേട്ടോ മോൾക്ക് വേഗം ടിക്കറ്റ് എടുത്തുന്നത്. പക്ഷെ അത് 2 ഭാഗം നോക്കണം. ഒന്ന് എക്സാം ആയതുകൊണ്ടാണ് അദ്ദേഹം കച്ചറ ഉണ്ടാക്കിയതെങ്കിലും, പക്ഷേ അതിനേക്കാളും ഈ 5 മണിക്കോ 6 മണിക്കൊക്കെ ഉറക്കമൊഴിച്ച് വന്ന് ക്യൂ നിൽക്കുന്നവരാണ്. അപ്പം അതും മോശമാണ്. പക്ഷെ ഇത് എക്സാം ആയതുകൊണ്ട് മാത്രം, എക്സാം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചത് കൊണ്ട് അവരത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി എനിക്ക് OP ടിക്കറ്റ് വാങ്ങിത്തന്നു. അതിനൊരു വലിയ താങ്ക്സ് ഉണ്ട്. പക്ഷെ എന്തോ ബാക്കിയുള്ളവരും കുറേ ടൈം വരി നിന്നിട്ട് ഒരാൾ പെട്ടെന്ന് വന്ന് കയറുമ്പം ആർക്കായാലും അതങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെവി വേദനയ്ക്ക് ഞങ്ങൾക്ക് വീണ്ടും വെള്ളിയാഴ്ച പോകണം. ഇത് വളരെ, മുഖം കണ്ടാൽ തന്നെ അറിയാലോ, വളരെ വേദനയാണ്. പിന്നെ ഒരു ചായ വാങ്ങിക്കൊടുത്ത്, കാരണം ഞങ്ങൾ എത്തിയത് ഒരു 7 മണി 6:45 ഇറങ്ങിക്കണമല്ലോ. പിന്നെ നേരെ ഇനി വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് വേണം മോനെയും കൂട്ടി പോകണം. കാരണം മോനെ ഉമ്മൻ്റെ അടുത്താക്കിയിട്ട് അവിടുന്ന് ഉമ്മ മാറ്റിച്ചൊക്കെ സെറ്റാക്കി വെച്ചിക്കണേ. ഇനി അവിടെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് ഇടവയിലേക്ക് നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് പോയി അവനെയും കൂട്ടി വരും, കാരണം അവനക്കും എക്സാമാണ്. അതും കഴിഞ്ഞ് നേരെ സ്കൂളിൽ കൊണ്ടാക്കണം. അവിടെയാണെങ്കിലോ അപ്പോൾ അരി കൊടുക്കുന്നുണ്ടേനും. അങ്ങനെ അവിടെ കുറച്ച് സഹായങ്ങൾ ആവശ്യമുള്ളത് കൊണ്ട് അവിടെയും കുറച്ച് ടൈം നിന്നു. എന്തോ ഈ വീക്ക് എനിക്ക് എന്തായാലും ഒരു ഗണ്ടകശനിയാണ്. ഇനി ഇതുപോലെ തന്നെ എനിക്ക് വെള്ളിയാഴ്ചയും പോകണം. വെള്ളിയാഴ്ച ആണെങ്കിലോ ഓണം സെലിബ്രേഷനുമാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ. See you.